മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ മയ്യത്ത് നമസ്കരിക്കാനായി 40 മുവഹിദുകൾ, അള്ളാഹു മാത്രമാണ് ആരാധ്യ, നേർച്ചകളും വഴിപാടുകളും എല്ലാം പടച്ച റബ്ബിന് മാത്രം എന്ന് മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിച്ച 40 മുവഹിദുകൾ ഒരു മനുഷ്യന്റെ മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി കടന്നു വരികയും ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ മയ്യത്തിന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. നമ്മൾ മരിച്ചാൽ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ എത്ര മുവഹിദുകൾ ഉണ്ടാവും? ചിലപ്പോ നമ്മളെ കുടുംബം വലിയ കുടുംബമായി, നാട്ടിലെ പേര് കേട്ട തറവാട്, എണ്ണിയാൽ 10,000ങ്ങൾ, സമ്പത്ത് കൊണ്ടും സ്വാധീനം കൊണ്ടും ഉന്നതിയിൽ നിൽക്കുന്ന, പ്രശസ്തി കൊണ്ട് വാനോളം ഉയർന്നു നിൽക്കുന്ന കുടുംബം. പക്ഷേ അള്ളാനെ വിളിക്കുന്നതോടൊപ്പം മമ്പർത്ത തങ്ങളെ കാക്കണേ, മീദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, റിഫായി ഷെയ്ഖെ കാക്കണേ, മുനമ്പത്ത് ബീബിയെ കാക്കണേ, ഭീമാ ഉമ്മച്ച കാക്കണേ എന്നൊക്കെ പറഞ്ഞ് 30 കോടി ദൈവങ്ങളെയും വിളിക്കുന്നവരാണ് നമ്മുടെ കുടുംബക്കാരെങ്കിൽ ആ കുടുംബത്തിന്റെ എണ്ണം കൊണ്ടോ വണ്ണം കൊണ്ടോ വലുപ്പം കൊണ്ടോ പ്രശസ്തി കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഒരു കാര്യമില്ല എന്നീ ഹദീസ് നിന്ന് മനസ്സിലാക്കാം.